Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ പുതിയൊരു ഫിസിക്സ് സെഷനിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ സോളിനോയിഡും ഇലക്ട്രോമാഗ്നറ്റിസവും ആയിട്ട് ബന്ധപ്പെട്ട വളരെ എക്സലന്റ് ആയ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. നമുക്ക് പാർട്ട് എ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. എ ബി എന്ന പേരുള്ള ഒരു സോളിനോയിഡിന്റെ ബി എന്ന എൻഡിന് സമീപം ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിരിക്കുന്നു. ഈ സെറ്റപ്പ് എങ്ങനെയാണെന്ന് സ്ക്രീനിലെ ഫിഗർ നോക്കി മനസ്സിലാക്കുക. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇതാണ്: സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് നീഡിലിന്റെ ഏത് പോൾ ആണ് ബിയിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്? ഒന്ന് തിങ്ക് ചെയ്തു നോക്കൂ. ക്ലോക്ക് റൂൾ അപ്ലൈ ചെയ്താൽ ബി എന്ന എൻഡിൽ നോർത്ത് പോൾ ആണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. സോ നാച്ചുറലി മാഗ്നറ്റിക് നീഡിലിന്റെ സൗത്ത് പോൾ അവിടേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ഉത്തരം സൗത്ത് പോൾ അഥവാ ദക്ഷിണ ധ്രുവമാണ്. ഇനി ക്വസ്റ്റ്യൻ ബി. ഈ ആൻസറിൽ നിങ്ങൾ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ബോർഡ് എക്സാംസിന് എപ്പോഴും നിങ്ങളുടെ റീസണിംഗ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഇതിന്റെ ക്ലിയർ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ സോളിനോയിഡിന്റെ ബി എന്ന എൻഡ് ഒരു നോർത്ത് പോൾ ആയി ആക്ട് ചെയ്യുന്നു. ബേസിക് പ്രിൻസിപ്പൽ അനുസരിച്ച് അൺലൈക്ക് പോൾസ് എപ്പോഴും പരസ്പരം അട്രാക്ട് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് മാഗ്നറ്റിക് നീഡിലിന്റെ സൗത്ത് പോൾ നോർത്ത് പോൾ ആയ ബിയിലേക്ക് സ്ട്രോങ് ആയി അട്രാക്ട് ചെയ്യപ്പെടുന്നത്. മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ സി. ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ് സജസ്റ്റ് ചെയ്യുക. വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിന് പ്രധാനമായും കുറച്ചു വഴികളുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ആയ രണ്ട് മെത്തേഡ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ്, സോളിനോയിഡിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുക. ടേൺസ് കൂടുന്തോറും മാഗ്നറ്റിക് ഫീൽഡും വളരെ സ്ട്രോങ് ആകും. സെക്കൻഡ് മെത്തേഡ്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് കറന്റിന്റെ ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്യുക. ഇതിനുള്ളിൽ ഒരു സോഫ്റ്റ് അയൺ കോർ വെക്കുന്നതും മറ്റൊരു സൂപ്പർ മെത്തേഡ് ആണ് കേട്ടോ. ഇനി എക്സാമിന് ചോയ്സ് ആയി നൽകിയിട്ടുള്ള ഓർ ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് നോക്കാം. പാർട്ട് ബി പറയുന്നത് ഇങ്ങനെയാണ്: എ ബി എന്ന സോളിനോയിഡിന്റെ ബി എന്ന എൻഡിന് സമീപം കറന്റ് ക്യാരി ചെയ്യുന്ന ഒരു സർക്കുലർ ലൂപ്പ് വെച്ചിരിക്കുന്നു. സോളിനോയിഡിലൂടെ കറന്റ് പാസ് ചെയ്യാൻ പി, ക്യൂ എന്നിവയ്ക്കിടയിൽ ഒരു സെൽ കണക്ട് ചെയ്യണം. അതിലെ ക്വസ്റ്റ്യൻ എ നോക്കാം. സർക്കുലർ ലൂപ്പ് ബി എന്ന എൻഡിൽ നിന്നും റിപ്പൽ ചെയ്യപ്പെടണമെങ്കിൽ സെല്ലിന്റെ ഏത് ടെർമിനൽ ആണ് പിയിൽ കണക്ട് ചെയ്യേണ്ടത്? റിപ്പൽ ചെയ്യണമെങ്കിൽ സെയിം പോൾസ് തന്നെ ഫേസ് ചെയ്തു വരണം. ഇതിന് പിയിൽ നെഗറ്റീവ് ടെർമിനൽ ആണ് കണക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സിംഗിൾ ലൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിന് എന്ത് ചേഞ്ച് സംഭവിക്കുന്നു? ഇതൊരു ട്രിക്കി ചോദ്യമാണ്. ലൂപ്പിന്റെ ഫ്ലക്സിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ആൻസർ നോ ചേഞ്ച് എന്നാണ്. ഇനി ക്വസ്റ്റ്യൻ സി. സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ പിയിലും നെഗറ്റീവ് ടെർമിനൽ ക്യൂവിലും കണക്ട് ചെയ്താൽ സോളിനോയിഡിന്റെ ഏത് എൻഡിൽ ആയിരിക്കും നോർത്ത് പോൾ ഫോം ചെയ്യുക? പിയിൽ നിന്നും ക്യൂവിലേക്ക് കറന്റ് പോകുമ്പോൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ യൂസ് ചെയ്ത് നോക്കിയാൽ ബി എന്ന എൻഡിൽ ആയിരിക്കും നോർത്ത് പോൾ ഫോം ചെയ്യുക എന്ന് മനസ്സിലാക്കാം. ഫൈനലി ക്വസ്റ്റ്യൻ ഡി. കറന്റ് ക്യാരി ചെയ്യുന്ന ഒരു സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരു പെർമനന്റ് ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും എങ്ങനെ ഡിഫറന്റ് ആയിരിക്കുന്നു? ഇവ തമ്മിലുള്ള രണ്ട് ഫണ്ടമെന്റൽ ഡിഫറൻസസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ്, കറന്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് ഈസി ആയി ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ കഴിയും. എന്നാൽ ഒരു ബാർ മാഗ്നറ്റിന്റേത് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. സെക്കൻഡ് ഡിഫറൻസ്, കറന്റിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതിലൂടെ സോളിനോയിഡിന്റെ പോൾസ് നമുക്ക് ഈസി ആയി ചേഞ്ച് ചെയ്യാം. ഒരു ബാർ മാഗ്നറ്റിൽ ഒരിക്കലും ഇത് സാധ്യമല്ല. അങ്ങനെ ഈ എൻറ്റയർ ക്വസ്റ്റ്യൻ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയി സോൾവ് ചെയ്തു കഴിഞ്ഞു. ഈ കോൺസെപ്റ്റ്സ് ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.